നമ്മൾ കേസുകൾ രജിസ്റ്റർ ചെയ്യുന്നതിൻ്റെ എണ്ണം കൂടിയിട്ടുണ്ട്. നിരോധനം കർശനമാക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ വയലേഷൻ ഉണ്ടാകുമ്പോൾ അത് വാർത്തയാകും. അതേസമയം നിരോധനമേ ഇല്ല എങ്കിൽ ആരും അറിയാതെ ഇത് നിർബാധം ഇങ്ങനെ പോകുന്ന സാഹചര്യവും ഉണ്ടാകുമായിരിക്കും. അപ്പോൾ അതിൻ്റെ ശാസ്ത്രീയത എന്താണ് എന്നത് തർക്കമായി തന്നെ തുടരും. അഡ്വക്കേറ്റ് സബീറ ആവീസ്, ഇവിടെ ഇപ്പോൾ താങ്കൾ സ്കൂളുകളുമായി ബന്ധപ്പെട്ട് ബോധവൽക്കരണ പരിപാടികളിൽ പങ്കെടുക്കുന്നവരാണ്. ടീനേജേഴ്സുമായി ഇടപഴകി അവരുടെ കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാക്കുകയും ഇൻഫ്ലുവൻസർ എന്ന നിലയിൽ ആ വിഷയങ്ങളിലൊക്കെ ഇടപെടുകയും ചെയ്യുന്ന വ്യക്തിയാണ്. എന്താണ് നമ്മുടെ യുവതയ്ക്ക് സംഭവിക്കുന്നത്, കുട്ടികൾക്ക് സംഭവിക്കുന്നത്? നമ്മൾ പല പല സംഭവങ്ങളായി കണ്ടുവരുന്നു. രാസലഹരി പോലും നിർബാധം ഒഴുകുന്നു നമ്മുടെ സ്കൂളുകൾ, കോളേജ് ക്യാമ്പസുകൾ ഒക്കെ കേന്ദ്രീകരിച്ച്. ഒരുപാട് അനുഭവങ്ങൾ നേരിട്ട് തന്നെ മനസ്സിലാക്കാനും താങ്കൾക്ക് കഴിഞ്ഞിട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ ഇതൊരു അത്ഭുതമായോ ഞെട്ടലോ താങ്കൾക്ക് ഉളവാക്കുന്നുണ്ടാകില്ല. ഇപ്പോഴത്തെ സാഹചര്യം സ്കൂളുകളിൽ കൂടുതൽ മോശമായി വരികയാണോ? നമസ്കാരം. നമ്മളിവിടെ ചർച്ച ചെയ്യാൻ ഇന്ന് എടുത്തിരിക്കുന്ന വിഷയം ഒരു സ്കൂളിൽ നിന്ന് ഒരു പ്രത്യേക ബ്രേക്കിംഗ് ന്യൂസായി വന്ന ഒരു കാര്യമാണ്. അതായത് ഒരു പറ്റം വളർന്നു വരുന്ന കുഞ്ഞുങ്ങളിൽ ബാധിച്ചിരിക്കുന്ന ഒരു മയക്കുമരുന്ന് മാഫിയയുടെ കാര്യം. ഇവിടെ നിയമങ്ങൾ കുറവില്ല. നിയമപാലകർ വന്ന് സംസാരിച്ചു. അവർ കേസുകൾ രജിസ്റ്റർ ചെയ്യുന്നത്, കോടതിയിലേക്ക് വിടുന്നത്, നിയമങ്ങൾ, അതിനൊന്നും കുറവില്ല. മാത്രവുമല്ല, ഇത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് ഇപ്പൊ ഇവിടെ ചർച്ച ചെയ്തവരുൾപ്പെടെ നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നിട്ടും നമുക്കിത് തടയാൻ പറ്റുന്നില്ല. കാരണം ഇപ്പൊ ക്യാൻസർ വന്നു കഴിഞ്ഞാൽ വേരോടെ പറിച്ചെറിഞ്ഞാൽ മാത്രമേ അത് പോകുകയുള്ളൂ. അതുപോലെ പറിച്ചെറിയാൻ നമുക്ക് കഴിയാത്തത് പാലാണ്. എങ്കിലും ഇപ്പോഴും നോക്കൂ, ഈ ചർച്ചയിൽ പോലും ഇതൊക്കെ എങ്ങനെ നിയമപരമാക്കി ഇത് മെച്ചപ്പെടുത്താമെന്ന് സംസാരിച്ചു വരുന്നു. അത്ഭുതം തോന്നുകയാണ്. അഭിഭാഷക എന്നതും ഇൻഫ്ലുവൻസർ എന്നും ക്ലാസ് എടുക്കാൻ പോകുന്ന ആളെന്നും ഉള്ളതൊക്കെ മാറ്റിവെച്ചാൽ ഞാനൊരു അമ്മയും കൂടിയാണ്. ഈ സമൂഹത്തിലാണ് എന്റെ കുഞ്ഞും വളർന്നു വരുന്നത്. അവനും ഇങ്ങനത്തെ ട്രാപ്പുകളിൽ ചെന്ന് വിടുമ്പോൾ അത് നിയമപരമായി നമുക്ക് കൈകാര്യം ചെയ്യാമെന്ന് എനിക്കൊരിക്കലും ചിന്തിക്കാൻ സാധിക്കില്ല. ഒരു അമ്മമാർക്കും ചിന്തിക്കാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് ഇന്ന് ഒരു അമ്മ ഇതുമായി പുറത്തു വരേണ്ടി വന്നത്. പിന്നെ ഇതിനെ തൊട്ട് മുമ്പ് സംസാരിച്ച അദ്ദേഹം പറഞ്ഞത് വളരെ ശരിയാണ്. നമുക്ക് ഇത് കുറെ കാര്യങ്ങളൊക്കെ നമുക്ക് വീടുകളിൽ നിന്ന് മനസ്സിലാക്കി മാറ്റങ്ങൾ വരുത്താൻ സാധിക്കുമായിരിക്കും. കാരണം നമ്മുടെ വീട്ടിൽ കുഞ്ഞുങ്ങളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, ചെറിയ മാറ്റങ്ങൾ, ചെറിയ അലസതകൾ, ചെറിയ കെയർലെസ്നെസ് ഒക്കെ നമുക്ക് അമ്മമാർക്ക് അല്ലെങ്കിൽ വീട്ടിലുള്ള മറ്റുള്ളവർക്ക് കണ്ടുവരുത്താൻ സാധിച്ചാൽ തന്നെ ഇതിന്റെ ഉപയോഗമുണ്ടോ, ഇതിനകത്ത് ഇവരൊരു കണ്ണിയാണോ, ഇവരൊരു ശൃംഖലയിൽ പെട്ടിട്ടുണ്ടോ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം കൗൺസിലിംഗ് പോലെയുള്ള സ്കൂളുകളിലെ ക്ലാസ്സുകളിൽ പങ്കെടുക്കുന്ന മാതാപിതാക്കൾ പറയുന്ന കാര്യങ്ങളുണ്ട്. ഞാൻ കോളേജ് തലത്തിലേക്ക് സംസാരിക്കുന്നില്ല, നമ്മൾ പറയുന്ന വിഷയം സ്കൂളുകളിലായതുകൊണ്ട്. ഒരു 11-12 ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികളുടെ കയ്യിൽ പോലും ഇപ്പോൾ വിലയേറിയ ഫോണുകൾ വരുന്നു. ഇത് എങ്ങനെയെന്ന് ചോദിച്ചാൽ, നേരത്തെ സാറ് പറഞ്ഞ പോലെ ചേട്ടൻ തന്നു എന്നല്ല, അത് മേടിച്ചു, ചെറിയ കാശ് കൊടുത്താൽ മതി അച്ഛ, ചെറിയ കാശ് കൊടുത്താൽ മതി അമ്മ, ബാക്കി ഞങ്ങളിങ്ങനെ അങ്ങനെ പറയുന്നത് കേട്ടങ്ങ ഓക്കെ എന്ന് വെക്കാതെ ഇതിനൊക്കെയുള്ള പണം എവിടെ നിന്ന് വരുന്നു, ഇവരുടെ ലക്ഷറി ലൈഫ് എങ്ങനെ ഉണ്ടാവുന്നു എന്നൊക്കെ ഒന്ന് അന്വേഷിച്ചു പോവുക. അതിനൊക്കെ സമയം കണ്ടെത്തുക. നമ്മുടെ ജീവിതത്തില് ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി നമുക്ക് സമയമുണ്ട്. എല്ലാം ചെയ്യുന്നത് ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടിയാണെന്നൊരു റീസണുമുണ്ട്. പക്ഷേ നമ്മൾ ഇതിന് സമയം കണ്ടെത്തുക. മറ്റൊരു കാര്യം ഞാൻ പറഞ്ഞോളട്ടെ. ആങ്കർ അത് പറയുകയുണ്ടായി ഒരു ഇന്റർവ്യൂവിനെ പറ്റി. അതിനകത്തും ഇത് നിയമപരമായ ഇതുപോലെയുള്ള ഇന്റർവ്യൂകൾ സാറ് പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയയിൽ 10 ലൈക്കിനും 5 കമന്റിനും വേണ്ടി എന്ത് വിടുവായ്ത്തരവും വന്നിരുന്ന് കുറെ പേർ പറയുന്നുണ്ട്. അവരൊക്കെ ഈ സമൂഹത്തിന് എന്ത് ചെയ്തിട്ടാണാവോ ഈ ഇന്റർവ്യൂകളിൽ വിളിക്കുന്നതെന്ന് പോലും നമുക്കൊന്നും അറിയില്ല. അവർ പറയുന്ന ഈ കാര്യങ്ങൾ പക്ഷെ കുറെ മനസ്സുകളെ സ്വാധീനിക്കുന്നുണ്ട്. കാരണം നെഗറ്റീവായി പറയുന്നത് ഈ വളർന്നു വരുന്ന കുട്ടികൾ, അതായത് യുവത്വത്തിലേക്ക് വളരുന്ന കുട്ടികൾക്ക് വളരെ എളുപ്പം ക്യാച്ച് ചെയ്യാൻ പറ്റും. ഒരു ചേറിലേക്ക് ചവിട്ടി ചാടാനുള്ള ഒരു രസം പോലെ അത് വളരെയധികം കൂടി വരുന്നുണ്ട്. അപ്പോഴാണ് ഇതൊക്കെ നിയമപരമാക്കിയാൽ എന്താണെന്ന് പറയുകയും ശ്രീമതി സമീറ, ഇത് ലീഗലൈസ്ഡ് ആക്കുക. ഇത് നമ്മൾ സംസാരിക്കുന്നത് സ്കൂൾ കുട്ടികളുമായി ബന്ധപ്പെട്ടുള്ള വിവരമാണ്. 17 വയസ്സ് മാത്രം പ്രായമുള്ള, ഹയർ സെക്കൻഡറിയിൽ മാത്രം എത്തിയിട്ടുള്ള ഒരു കുട്ടിയുടെ തുറന്നു പറച്ചിലാണ്. അവിടെ ആ കുട്ടി തുറന്നു പറഞ്ഞത് പ്രകാരം അതിൽ ഉൾപ്പെട്ടു പോയിട്ടുള്ള 100ഓളം കുട്ടികൾ, അവരുടെ കുടുംബാംഗങ്ങൾ, അവരെ പോലീസ് സ്റ്റേഷനുകളിലേക്ക് വിളിച്ചു വരുത്തി അവരെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി കുട്ടികൾക്ക് കൗൺസിലിങ്ങും മറ്റും കൊടുക്കുകയാണ്. അപ്പോൾ ലീഗലൈസ്ഡ് ആക്കുന്ന ഒരു സാഹചര്യം പോലും ചർച്ച ചെയ്യാൻ പറ്റില്ല. കാരണം അതിലും എത്രയോ കുഞ്ഞു കുട്ടികളുടെ കാര്യമാണ് നമ്മൾ സംസാരിക്കുന്നത്.
ഞാൻ പറഞ്ഞു വന്നത് അത് തന്നെയാണ്. നമ്മൾ സ്കൂളിലുള്ള ഈ കുട്ടികളുടെ കാര്യം പറയുമ്പോൾ പോലും ഇത്തരം ഒരു കാര്യത്തിലേക്ക് ചർച്ച പോലും നീങ്ങിപ്പോകുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ വരുന്നു. അതിന് ഈ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയയും അല്ലെങ്കിൽ കുറെ ആൾക്കാരും ഒക്കെ കാരണക്കാരാണ്. ഇവരുടെയൊക്കെ ബാക്ക് സ്റ്റോറിയും അതും ഇതും ഒന്നും നമ്മൾ അന്വേഷിച്ചു പോകുന്നുമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇപ്പോൾ കൗൺസിലിംഗ് സെന്റേഴ്സ് ഇഷ്ടം പോലെ എല്ലാ സ്കൂളുകളിലും കൗൺസിലിംഗ് ഉണ്ട്. നമ്മളൊന്നും പഠിക്കുമ്പോൾ ഇല്ലാത്ത പോലെ കുട്ടികൾക്ക് അവിടെ തുറന്ന് പറയാം. അല്ലെങ്കിൽ കുട്ടികൾ ഇങ്ങനെ എന്നെ ട്രാപ്പ് ചെയ്തതാണ്, എന്നെ അഡിക്റ്റ് ആക്കിയതാണ്, എന്നെ നിർബന്ധിച്ച് കഴിപ്പിച്ചതാണെന്നൊക്കെ പറയാൻ ഇപ്പൊ സ്വാതന്ത്ര്യമുള്ള ഇടങ്ങളുണ്ട്. എന്നിട്ട് പോലും കുട്ടികൾ പറയുന്നില്ല. കാരണം അതിൽ നിന്നുണ്ടാവുന്ന മോണിറ്ററി ബെനിഫിറ്റോ അല്ല അതിൽ നിന്ന് അവർക്ക് എന്തൊക്കെയോ കിട്ടുന്നു, അല്ലെങ്കിൽ അവരൊരു കണ്ണിയായി പ്രവർത്തിക്കുമ്പോൾ അവരെ അതിൽ ട്രാക്ഡ് ആയി കഴിഞ്ഞാൽ അവരെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നുണ്ടാവും. എന്നിട്ട് പോലും ഇതൊക്കെ ഉണ്ടായിട്ട് പോലും ഇവർക്ക് പറയാൻ സാധിക്കുന്നില്ലുള്ളിടത്ത് ഒരു ചോദ്യമുണ്ട്, എന്തുകൊണ്ട്? ആരെയാണ് ഇവർ ഭയക്കുന്നത്? ആരെയാണ് ഈ കൊച്ചു കുഞ്ഞുങ്ങൾ പോലും ഭയക്കുന്നത്? അത്രയ്ക്ക് ശക്തമാണ് ഈ മാഫിയ. ഈ മാഫിയയ്ക്ക്, ശക്തമായ മാഫിയയെ ഒന്നടങ്കം എങ്ങനെ നിർത്താം, എങ്ങനെ നിർമ്മാർജ്ജനം ചെയ്യാം എന്നുള്ളതിലേക്ക് നമ്മുടെ ചർച്ചകൾ എത്തുന്നിടത്താണ് ഈ ചർച്ചകൾ വിജയം കാണുന്നത്, ഈ കുഞ്ഞുങ്ങളെ രക്ഷിക്കാൻ സാധിക്കുന്നത്.